ഹലോ ഡിയേഴ്സ്, ഒരു 5 മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ ലിംഗം ഹെൽത്തി ആണോ എന്ന് നോക്കാൻ വേണ്ടി എൻ്റെ കൂടെ ധൈര്യം ഉണ്ടോ? എന്തായിരിക്കണം ഹെൽത്തി ആയിട്ടുള്ള ലിംഗമെന്നും എങ്ങനെയായിരിക്കണം സ്ട്രോങ് ആയിട്ടുള്ള ലിംഗമെന്നും നമുക്ക് നോക്കാം. ശീഘ്രസ്ഖലനം ഉള്ളവരാണോ എങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡോക്ടറെ കൺസൾട്ടേഷൻ വേണോ? മാൻ ഷുവർ അത് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. ഓക്കെ, അതിന് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ പറയാം. അതിന് മുന്നേ ശീഘ്രസ്ഖലനത്തിന് മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ കാരണമാണ് അല്ലേ? അപ്പോൾ അതിനെയൊക്കെ ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലും അതുപോലെ തന്നെ ഡയറ്റും എക്സസൈസും ഒക്കെ നോക്കേണ്ട അത്യാവശ്യമാണ് അല്ലേ? കൂടെ നിങ്ങൾ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഫിസിക്കലി മെൻ്റലി ഒക്കെ നിങ്ങളെ ക്യൂർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താം. മാൻഷുവറിൻ്റെ പ്രലോങ് സപ്ലിമെൻറ്റ്. ഇത് പ്യുവർ നാച്ചുറലാണ്, സേഫുമാണ്. അതുപോലെ ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ്. നിങ്ങളുടെ ശീഘ്രസ്ഖലനമൊക്കെ മാറാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ലിംഗം ഭയങ്കര സ്ട്രോങ് ആക്കാനും കൂടുതൽ നേരമൊക്കെ ലൈംഗികതയിൽ ഇൻവോൾവ് ചെയ്യാനൊക്കെ നിങ്ങളെ സഹായിക്കും. ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിൽ കോട്ട് വീഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചൈനീസ് ഹെർബുണ്ട്. ഇത് നിങ്ങളുടെ മസിൽ സ്ട്രെങ്ത് ഒക്കെ കൂട്ടാൻ വേണ്ടി സഹായിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ സ്റ്റാമിന കൂട്ടാനും ലൈംഗിക സമയമൊക്കെ കൂടുതലാക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും. ഈ ഹെർബ്സ് നിങ്ങളുടെ സ്ട്രെസ്സും ആങ്സൈറ്റിയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ വേറൊരു ഇൻഗ്രീഡിയൻ്റ് ജിൻസെങ് എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങളുടെ എനർജി ലെവലൊക്കെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. മാത്രമല്ല നിങ്ങളുടെ സ്ട്രെസ്സൊക്കെ കുറയ്ക്കാനും സഹായിക്കും. ഇതിലെ താൽമക്കാന നിങ്ങളുടെ ശുക്രത്തിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടറെ ഫ്രീ ആയിട്ട് കൺസൾട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഈ പ്രോഡക്റ്റ് സ്വന്തമാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫസ്റ്റ് കമൻ്റായിട്ടും കൊടുത്തേക്കാം. പോയിട്ട് പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. എങ്ങനെയാണ് നിങ്ങൾക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ലിംഗം ഉണ്ടെന്ന് പറയുക? അബ്നോർമലായിട്ടുള്ള ദ്രവങ്ങളൊന്നും വരാത്ത, ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ വേദനയൊന്നും ഇല്ലാത്ത, അതിൻ്റെ മുകളിൽ പുണ്ണോ കുരുവോ അതുപോലെ വെള്ളം നിറഞ്ഞ കുരുക്കളോ ലംസോ അങ്ങനെയുള്ള അരിമ്പാറ പോലെയുള്ള സംഭവങ്ങളോ ഇങ്ങനെയുള്ള ഇതൊന്നും ഇല്ലാത്ത, സാധാരണ ഒരുപാട് വളവൊന്നും ഇല്ലാത്ത, അതായത് എൽ ഷേപ്പിലൊക്കെ അല്ലേ, അല്ലെങ്കിൽ ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ വേദനയില്ലാത്ത ഇങ്ങനെയൊക്കെ ഉള്ളൊരു ലിംഗമാണ് ഹെൽത്തി ആയിട്ടുള്ള ലിംഗം എന്ന് പറയുന്നത് അല്ലേ? ഉള്ള ഡയബറ്റിക്സ് ഉള്ളവർക്കും പ്രമേഹ രോഗമുള്ളവർക്കും അതുപോലെ ഹൃദയ സംബന്ധമായ രോഗങ്ങളുള്ളവർക്കും അതുപോലെ ഒബീസിറ്റി ഭയങ്കര തടിയൊക്കെ ഉള്ളവർക്കൊക്കെ അല്ലെങ്കിൽ ഹെൽത്തി ആയിരിക്കില്ല. കാരണം അവരുടെ നെർവ്സൊക്കെ ഡാമേജ് ആയിരിക്കും അല്ലേ? അപ്പോൾ ശരിയായ ഒരു ബ്ലഡ് ഫ്ലോ എങ്ങോട്ടെത്തില്ല, ലിംഗത്തിലേക്ക് എത്തില്ല. അപ്പോൾ അവർ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കുന്നവരാണ്. പിന്നെ ലിംഗത്തിലെ മുഴകൾ, തടിപ്പുകൾ എല്ലാം ക്യാൻസർ ആവണമെന്നില്ല. എന്നാലും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഉടനെ നിങ്ങളൊരു ഡോക്ടറെ യൂറോളജിസ്റ്റിനെ കാണേണ്ട അത്യാവശ്യമാണ്. ഇപ്പോൾ അതുപോലെ തന്നെ മൂത്രം ഒഴിക്കുമ്പോൾ നീറ്റൽ, വേദന, എന്തെങ്കിലും തരത്തിലുള്ള ദ്രവങ്ങൾ വരുക, മണം വരുക, ചിലപ്പോൾ അത് കിഡ്നി സ്റ്റോൺ ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ചിലപ്പം ലൈംഗിക രോഗമാകാം. അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകും. ചിലപ്പോൾ സാധാരണ ഇൻഫെക്ഷൻ ആവാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ ലിംഗത്തിൽ പുണ്ണ് പോലെ കാണപ്പെടുകയാണെങ്കിൽ അത് സിഫിലിസ് ആണ്. അതങ്ങനെ വേദനയൊന്നും ഉണ്ടാവില്ല, ബാക്ടീരിയയാണ് ഇതിന് കാരണം കേട്ടോ. അതുപോലെ അരിമ്പാറ പോലെ, അതായത് കോളിഫ്ലവറിൻ്റെ മുകൾ ഭാഗം നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ ആ ഒരു ടൈപ്പിലുള്ള അരിമ്പാറ പോലെ നിങ്ങളുടെ ലിംഗത്തിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് HPV മൂലം വരുന്നതാണ്. അത് HPV വൈറസ് മൂലം വരുന്നതാണ്, ലൈംഗിക രോഗമാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അതുപോലെ വേദനയോട് കൂടിയിട്ടുള്ള പുണ്ണൊക്കെ ഉള്ളവരാണെങ്കിൽ അത് ഹെർപ്പസ് ആണ്. പേഴ്സണൽ ഹൈജീനൊക്കെ കുറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ലിംഗത്തിൻ്റെ അഗ്രഭാഗത്ത് നീര് വെച്ച് വരുന്ന ഒരു പ്രോസസ്സാണ്. അതിന് ട്രീറ്റ്മെൻറ്റൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിനും ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തേക്കണം. ഇപ്പോൾ ഈ ഡയബറ്റിക്സ് ഉള്ള ആൾക്കാർക്കൊക്കെ അങ്ങനെ വരാറുണ്ട്. അതുപോലെ ഫൈമോസിസ് ഒക്കെ ഉള്ളത് സ്കിന്ന് പുറകോട്ടേക്ക് മൂവ് ചെയ്യാത്ത അവസ്ഥയൊക്കെ വരില്ലേ, അതിനാ സ്കിന്ന് റിമൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ പല കീഗൽ എക്സസൈസോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ നിങ്ങളൊരു യൂറോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ലഭിക്കുന്നതാണ്. ഓക്കെ, ഇപ്പോൾ എപ്പോഴാണ് ഒരു ഡോക്ടറെ കണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മലദ്വാരത്തിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തരത്തിലുള്ള ബ്ലീഡിങ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്ചാർജൊക്കെ വരും, അതിന് മണമൊക്കെ ഉണ്ടെങ്കിലോ ചൊറിച്ചിലുണ്ടെങ്കിലോ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ടെങ്കിലോ പനി വന്നിട്ടുണ്ടെങ്കിലോ ഇങ്ങനെയൊക്കെയുള്ള അവസരത്തിൽ ഉറപ്പായിട്ട് ഒരു ഡോക്ടറെ കണ്ടേക്കാം. അതുപോലെ വയറുവേദന, കുരുക്കൾ, പുണ്ണ് ഇങ്ങനെയുള്ള എന്ത് തരത്തിലുള്ള ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് കാണും. ഇപ്പം നിങ്ങളെല്ലാം ചെക്ക് ചെയ്തില്ലേ, ഇതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലിംഗം ഹെൽത്തി അല്ല. ഓക്കെ, ഉറപ്പായിട്ടൊരു ഡോക്ടറെ കൊണ്ട് കാണിച്ചേക്കണം.
താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.